Oukitel എന്ന ബ്രാൻഡിന്റെ Oukitel Wp26 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oukitel Wp26 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Oukitel Wp26 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 14,800 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1080x2408 ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഇനി 14,800 രൂപ പ്രൈസ് റേഞ്ചിലാണെങ്കിലും നമ്മൾ പഞ്ചോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കൂടിയ റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൂടിയ റീഫ്രഷ് റേറ്റും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് റഗഡ് സ്മാർട്ട് ഫോണാണ്. അപ്പം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേക്കല്ല. പല റഗഡ് ഫോൺസിലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതുപോലെയൊക്കെ തന്നെയാണ് വരാറ്. അപ്പം റഗഡ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഇത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ സൈഡിൽ വരാറുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. തിക്നെസ് 18.4 mm വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലോണം തിക്കായിട്ടുള്ള ഒരു ഫോണാണ്. സാധാരണ ഫോണുകളേക്കാളൊക്കെ ഡബിളിൽ കൂടുതൽ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും കൂടിയ ഒരു ഫോണും കൂടിയായിരിക്കും ഇത്. സാധാരണ ഫോണുകളേക്കാളൊക്കെ ഡബിളായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുമാത്രമല്ല IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ബാക്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1200 ലൂമൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 MP മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. രണ്ടാമത് 20 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. സാധാരണ ഫോണുകളിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കാണാറ്. പക്ഷേ റഗഡ് ഫോൺസിൽ പലപ്പോഴും നൈറ്റ് വിഷൻ ക്യാമറയാണ് അവർ കൊടുക്കാറ്. ഇതിലും അതുപോലെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് 2 MP ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 10,000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. സാധാരണ 5,000 mAh മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം നല്ലോണം ഉണ്ട് എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് അതിൻ്റെയൊക്കെ ഡബിൾ ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നത്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. 14,800 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 8 GB റാം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 13 GB റാം വരെയൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കും. അതുമാത്രമല്ല 256 GB ഇന്റേണലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio P90 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 14,800 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. പക്ഷേ 23,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നുമല്ല ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ട് വരുന്നില്ല, മാക്സിമം 4G സപ്പോർട്ട് വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. LPDDR4Xൻ്റെ റാമും UMCP സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ടല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനീഷ്യലി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൂൺ 12-ൻ്റെയും 18-ൻ്റെയും ഇടയിലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ $179.99 എന്ന പ്രൈസിംഗിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അതായത് 14,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഒറിജിനൽ വില എന്ന് പറയുന്നത് $279.99 ആണ്. അതായത് 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ അലി എക്സ്പ്രസ്സിൽ ഇന്ത്യത്തെ വില കാണിക്കുന്നത് 19,481 ആണ്. അലി എക്സ്പ്രസ് എന്ന് പറയുന്നത് ഗ്ലോബൽ വെബ്സൈറ്റ് ആണ്. അപ്പം മിക്ക രാജ്യങ്ങളിലും ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പം ഇത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും Oukitel Wp26 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. IP68-69K റേറ്റിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും പിന്നെ കൂടിയൊരു റാമും അതുപോലെ തന്നെ ഇന്റേണൽ മെമ്മറി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു 14,800 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കൂടുതലായിരിക്കും. പക്ഷേ അതൊന്നുമല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. റഗഡ് ഫോണാണ്, സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് ഇതുപോലുള്ള ചില കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും Oukitel Wp26 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.